അച്ഛനെ അവഗണിച്ചൊരു മകൻ എഴുതിയ ലേഖനം ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി, നിങ്ങളും വായിച്ചു കാണാം. ആ മകൻ്റെ വാക്കുകൾ ഞാൻ പറയാം. ചെറുപ്പത്തിൽ പലതും ഞാൻ ആവശ്യപ്പെട്ടിട്ടും അച്ഛൻ എനിക്ക് വാങ്ങി തന്നിട്ടില്ല. അതിൻ്റെ അമർഷം എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ച് ഉദ്യോഗം ലഭിച്ച് ശമ്പളം കിട്ടിത്തുടങ്ങിയതോടെ ദരിദ്രനായ അച്ഛനിൽ നിന്നും ഗൃഹനാഥ പട്ടം സ്വയം ഏറ്റെടുത്ത് അച്ഛനെ ഞാൻ അവഗണിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വീടിൻ്റെ ഉമ്മറത്തെ ചാരുകസാരയിൽ വന്ന് അച്ഛൻ കിടക്കും. ഞാനൊന്ന് പുഞ്ചിരിക്കും, യാത്ര ചോദിക്കുമെന്ന പ്രതീക്ഷയിൽ അച്ഛൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഞാൻ ഇറങ്ങിപ്പോകും. വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ ആ കസാരയിൽ തന്നെ ഇരിക്കും. പുഞ്ചിരിക്കാതെ സംസാരിക്കാതെ അച്ഛൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഉള്ളിലേക്ക് കയറിപ്പോകും. ഒരു ദിവസം ഓഫീസിൽ നിന്നും എൻ്റെ സഹപ്രവർത്തകർ എന്നെ കാണാൻ വന്നപ്പോൾ വിയർപ്പ് മണക്കുന്ന പുറംകീറിയ ഷർട്ടുമുടുത്ത് പാടത്ത് നിന്നും കയറി വന്ന് അവരോട് സംസാരിച്ചതിന് ഇതെൻ്റെ നിലക്കും വിലക്കും യോജിക്കുന്നതല്ല എന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്ക് പറയേണ്ടി വന്നു. ഇത് അച്ഛനെ ആകെ ഉലച്ചു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു, മോനെ, അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന രാത്രി ഉറക്കമില്ല. പിറ്റേന്ന് അച്ഛൻ്റെ ഒരേ ഒരു ചങ്ങാതി ശങ്കരേട്ടൻ വീട്ടിൽ വന്നിട്ട് ആരും അറിയാത്ത, ആരോടും പറയാത്ത അച്ഛൻ്റെ ഭൂതകാലം എന്നോട് പറഞ്ഞു. ഒരു ഷർട്ട് എടുക്കാൻ മോഹിച്ചിട്ട് പട്ടാളക്കാരൻ കുഞ്ഞപ്പേട്ടൻ്റെ പഴയൊരു ഷർട്ട് ചോദിച്ചു വാങ്ങി വെട്ടിച്ചെറുതാക്കി ഉടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടത്രേ എൻ്റെ അച്ഛൻ. വയറ് വിഷന്ന് വലിയും നേരം ആടിന് കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അയൽ വീട്ടിൽ ചെന്ന് കഞ്ഞിവെള്ളം ചോദിച്ചു വാങ്ങി അതിൽ കൈയിട്ടിളക്കി അടിയിൽ നിന്നും വറ്റെടുത്ത് കുടിച്ച് വിഷപ്പടക്കിയിട്ടുണ്ടത്രേ എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മക്കും എനിക്കും വേണ്ടി അച്ഛൻ അനുഭവിച്ച് ഓരോന്നും എണ്ണിപ്പറഞ്ഞിട്ട് ശങ്കരേട്ടൻ പറഞ്ഞു, മോനെ, ഈ വീടും പറമ്പും നിങ്ങളൊക്കെയാണ് അവൻ്റെ ലോകം. അത് താളം തെറ്റാതെ നോക്കണേ മോനെ. ഞാൻ അച്ഛനോട് ചെയ്ത തെറ്റോർത്ത് പാടത്ത് നിൽക്കുന്ന അച്ഛൻ്റെ പുറകിൽ ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നോക്കി അച്ഛൻ്റെ മുന്നിൽ കൈകൂപ്പി ഞാൻ മാപ്പപേക്ഷിച്ചു. അച്ഛൻ്റെ വലത് കൈയെടുത്ത് എൻ്റെ കവിളത്ത് വെച്ചിട്ട് എന്നെ ഒന്ന് തല്ലച്ച എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ തലമുടിയിലൂടെ തലോടിയിട്ട് അച്ഛൻ പറഞ്ഞു, എണ്ണ തേക്കാറില്ലല്ലേ, അതുകൊണ്ടാണ് മുടിയെല്ലാം പാറിപ്പറന്ന് നടക്കുന്നത്. അച്ഛനെ ചേർത്ത് പിടിച്ച് ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, അച്ഛനെ ഇങ്ങനെ ഞാൻ ചേർത്ത് പിടിച്ചാൽ താളം തെറ്റിയ മനസ്സ് മാറി പഴയ അച്ഛനെ എനിക്ക് വീണ്ടും ലഭിക്കുമെന്ന്.